9ലെ മാത്സ് ടെക്സ്റ്റിലെ 39 മുതൽ 45-ാമത്തെ പേജ് വരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അൺഈക്വൽ ഡിവിഷൻ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്? ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻസ് ഏതൊരു ലൈനിനെയും ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് അൺഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള ഡിസ്റ്റൻസ് ഈക്വൽ അല്ലാത്ത പാരലൽ ലൈൻസ് മറ്റു ലൈനിനെയൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ 3 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കട്ട് ചെയ്യുന്ന ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ അല്ലേ? അടുത്തത് ഈ പോയിന്റും ഇയും തമ്മിലുള്ളത് 2 സെന്റിമീറ്റർ. അതായത് പാരലൽ ലൈൻസ് തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസിലല്ലല്ലോ. ഇനി ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ലാത്ത പാരലൽ ലൈൻസ് മറ്റൊരു ലൈനിനെ കട്ട് ചെയ്യുന്നത് ഏത് അളവിലാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യണം? ഈ പാർട്സിന്റെ ലെങ്ത് നോക്കണം അല്ലെ? ഐയും ജെയും തമ്മിലുള്ള ലെങ്ത് എന്താണെന്ന് നോക്കിക്കേ. 1.56 സെന്റിമീറ്റർ അല്ലെ? അടുത്തത് ജെയും കെയും തമ്മിലോ 3.12 സെന്റിമീറ്റർ. ഇത് തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതിന് ആദ്യം ഇങ്ങോട്ടേക്ക് നോക്കിക്കേ. ഈ പാരലൽ ലൈനിന്റെ ഡിസ്റ്റൻസ് തമ്മിൽ എന്തായിരുന്നു ബന്ധമുള്ളത്? ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ. എന്താ ബന്ധമുള്ളത്? ഒന്നിന്റെ നേരെ ഇരട്ടിയല്ലേ 2. അതായത് ഇവിടെ എന്താ റേഷ്യോ വരുന്നത്? 1:2 അല്ലെ? 1 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ, അപ്പോൾ 1:2. അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം 1:2 എന്ന് തന്നെയല്ലേ? അതായത് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ അത് കട്ട് ചെയ്യുന്ന ആ ലൈനിന്റെ ലെങ്തുകൾ ഏത് റേഷ്യോയിലായിരിക്കും? ഇവിടെ 1.56, ഇവിടെയോ 3.12 അല്ലെ? എന്താ ബന്ധം? 1.56ന്റെ നേരെ ഡബിൾ ആണ് അല്ലെ? 3.12. അതായത് നമുക്ക് അവിടെ എന്താ റേഷ്യോ പറയാവുന്നത്? ഈ പാർട്ട് 1 എന്ന് എടുത്താൽ അതിന്റെ നേരെ ഇരട്ടി, നേരെ ഡബിൾ അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? 1:2 എന്ന് നമുക്ക് എഴുതാം. 1:2. 1.56ന്റെ നേരെ ഇരട്ടിയാണ് 3.12. അതായത് അവിടെയും റേഷ്യോ ഏത് തന്നെയാണ്? 1:2 തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത് ഒരു ലൈൻ കൂടെ വരച്ച് നോക്കിയാലോ? ഈ റേഷ്യോ തന്നെയാണ് വരുന്നത് നോക്കിയാലോ? പാരലൽ ലൈൻസ് ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന ലെങ്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? ആദ്യം ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് എത്രയാണ്? എന്നും ഓയും 1.28 സെന്റിമീറ്റർ. അടുത്തത് ഇത് രണ്ടുമോ 2.56 സെന്റിമീറ്റർ അല്ലെ? ഇത് തമ്മിലുള്ള റിലേഷൻ എന്നാ? 1.28ന്റെ നേരെ ഡബിൾ ആണ് ഏത്? 2.56. അവിടെയും ഡബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? 1:2 എന്ന് തന്നെ എഴുതാം അല്ലെ? ഇപ്പോഴല്ലേ ഡബിളിന്റെ റേഷ്യോ ആയത്? ഒരു സൈഡിൽ 1 ആണെങ്കിൽ അടുത്തത് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ. ഇനി ഈ റേഷ്യോകളെല്ലാം കൂടെ ഒന്ന് നോക്കിയേ. അതായത് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ ഏതായിരുന്നു? 1:2 അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ്, ആ റേഷ്യോയിലുള്ള പാരലൽ ലൈൻസ് ഈ 2 ലൈനിനെയും ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോ തന്നെയാണെന്ന് നോക്കിക്കേ. 1:2, ഇവിടെയും 1:2 അല്ലെ? അതായത് ഇവിടുന്ന് നമുക്ക് കിട്ടി പാരലൽ ലൈൻസ് ഏത് ലൈൻസിനെയും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിൽ തന്നെയാണ്. അത് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? ഇവിടെ ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന പാർട്സ് ഞാൻ AB എന്നെടുത്തു. ഇത് A സെന്റിമീറ്റർ, ഇവിടെ B സെന്റിമീറ്റർ. ഈ ലൈനിനെ കട്ട് ചെയ്യുന്നതോ PQ എന്നെടുക്കാനായിട്ട് പോവുക. ഇത് P, ഇത് Q. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയല്ലോ 1:2 ആണ് ഇതിന്റെ റേഷ്യോ എന്ന്. അതായത് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A:B ആയിരിക്കും ഈ പാർട്സിന്റെ റേഷ്യോ. A:B. ഈ പാർട്സിന്റെയോ P:Q എന്നല്ലേ? P:Q. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ പാർട്സിന്റെ റേഷ്യോ 1:2 ആണ്, ഈ പാർട്സിന്റെ റേഷ്യോ 1:2 ആണ് അല്ലെ? അതായത് ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് A:Bയും P:Qവും ഈക്വൽ റേഷ്യോസ് ആണ്. നമുക്ക് ഇങ്ങനെ കിട്ടി A:B = P:Q. ഇനി ഈ റേഷ്യോനെ എങ്ങനെയാ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? ഓരോ പാർട്ടിനെയും ഫ്രാക്ഷൻ ആക്കിയാൽ മതി അല്ലെ? അതായത് A/B = P/Q എന്ന് നമുക്ക് കിട്ടി. അതായത് A/B എന്താ? ആദ്യത്തെ ലൈനിന്റെ പാർട്ടുകളുടെ റേഷ്യോ. P/Q രണ്ടാമത്തെ ലൈനിന്റെ പാർട്ടുകളുടെ റേഷ്യോ. അതായത് ഇവിടുന്ന് ഫസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് കിട്ടി. നമ്മുടെ കയ്യിൽ 3 പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ ആ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും ആ ലൈൻസ് മറ്റേത് ലൈനിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാർട്ടിന്റെ റേഷ്യോസ്. അടുത്തതിന് ഞാൻ ഒരു പാരലൽ ലൈനും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് 4 സെന്റിമീറ്റർ അല്ലെ? EQ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ.
അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്താണ്? ഇവിടെ 1:2 അല്ലേ? ഒരു ഡിസ്റ്റൻസ് കൂടെ എക്സ്ട്രാ വന്നില്ലേ? അപ്പോൾ റേഷ്യോ എങ്ങനെ മാറും? 1:2:4 അല്ലേ? ഇതല്ലേ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. അതായത് ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് 1:2:4. ഇനി ഈ പാരലൽ ലൈൻസ് കട്ട് ചെയ്യുന്ന ആദ്യത്തെ ലൈനിന്റെ പാർട്ടുകൾ തമ്മിലുള്ള റേഷ്യോ, ഈ രണ്ട് പാർട്സിന്റെ റേഷ്യോ നമുക്ക് കിട്ടിയല്ലേ 1:2. എക്സ്ട്രാ ഒരു പാർട്ട് വേണേ വന്നില്ലേ? ആ ലെങ്ത് എത്രയാന്ന് നോക്കിയാലോ? ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് 6.24 സെന്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്നാ? 1.56ന്റെ ഡബിൾ ആണ് 3.12 അല്ലേ? അതിന്റെ ഡബിൾ അല്ലേ 6.24? അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? ആദ്യത്തതിന്റെ ഡബിൾ രണ്ടാമത്തത്, രണ്ടാമത്തതിന്റെ ഡബിൾ മൂന്നാമത്തത്. റേഷ്യോ എങ്ങനെ വരും? 1:2:4 അല്ലെ? ആദ്യത്തതിന്റെ ഡബിൾ രണ്ടാമത്തത്, രണ്ടാമത്തതിന്റെ ഡബിൾ മൂന്നാമത്തത്. അതായത് ഡിസ്റ്റൻസിന്റെ റേഷ്യോ ഈ പാർട്സിന്റെ റേഷ്യോ സെയിം ആയി. ഇനി അടുത്ത മൂന്നാമത്തെ ലൈനിന്റെ നോക്കിയാലോ? അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ? ആദ്യം പി തൊട്ട് ടി വരെയുള്ള ലെങ്ത് 5.12 സെന്റിമീറ്റർ. ഇത് തമ്മിലുള്ള റിലേഷൻ സെയിം ആണോ നോക്കിക്കേ. ആദ്യത്തതിന്റെ ഡബിൾ ആണ് രണ്ടാമത്തത് അല്ലെ? 2.56ന്റെയും ഡബിൾ ആണ് ആര്? 5.12. അതായത് ആദ്യത്തതിന്റെ ഡബിൾ രണ്ടാമത്തത്, രണ്ടാമത്തതിന്റെ ഡബിൾ മൂന്നാമത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഷ്യോ എത്ര തന്നെ വരും? 1:2:4. ആദ്യത്തതിന്റെ ഡബിൾ രണ്ടാമത്തത്, രണ്ടാമത്തതിന്റെ ഡബിൾ മൂന്നാമത്തത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെയാണ് ഏതും ഈ ലൈൻസിന്റെ പാർട്ടുകളുടെ റേഷ്യോ അല്ലെ? എല്ലാം സെയിം റേഷ്യോ തന്നെയാണ്. അതായത് നമുക്ക് എന്ത് പറയാം? 3 or more parallel lines cut any two lines in the same ratio. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെയായിരിക്കും എവിടെയും കിട്ടാൻ പോകുന്നത്? ഈ ലൈൻസിനെ കട്ട് ചെയ്യുന്ന പാർട്ടുകൾക്കും കിട്ടാൻ പോകുന്നത്. ഇത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇവിടെ എയും ഇവിടെ ബിയും ഇവിടെ സിയും എടുക്കുക. അതുപോലെ തന്നെ പി ക്യു ഇവിടെ ആർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എങ്ങനെ പറയാം? A/B = P/Q. അത് നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? ഇതുപോലെ തന്നെ ഈ രണ്ടാമത്തതിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് B/C = ഇവിടുത്തെ രണ്ടാമത്തത് Q/R. Q/R. ശരിയല്ലേ? നോക്കിക്കേ, രണ്ടാമത്തിന്റെ റേഷ്യോ എന്താണ്? 2:4 അല്ലെ? ഇവിടെയും 2:4. അതായത് 2/4 = 2/4 എന്ന് കിട്ടും. അതുപോലെ തന്നെ ആദ്യത്തതും ലാസ്റ്റത്തതും തമ്മിലുള്ള റേഷ്യോ, അതായത് A/C = ഏതായിരിക്കും? P/R ആയിരിക്കും. ആദ്യത്തതും ലാസ്റ്റത്തതും തമ്മിലുള്ള റേഷ്യോ ഏതാണ്? 1:4 ആണ് അല്ലെ? അതായത് 1/4 = ഇവിടെയും 1:4 ആണ്. അതായത് 1/4 ആയിരിക്കും. ഇതാണ് പാരലൽ ലൈൻസിന്റെ അൺഈക്വൽ ഡിവിഷൻസ്. അതായത് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെയായിരിക്കും ആ പാരലൽ ലൈൻസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന ഏതൊരു ലൈനിന്റെയും പാർട്ടുകളുടെ റേഷ്യോ. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി അടുത്ത കണക്കുകൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. അതായത് നമുക്ക് 8 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ തന്നിട്ടുണ്ട്. അതിനെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? 1:2. 8 സെന്റിമീറ്ററിനെ 1:2 ഭാഗിക്കാനായിട്ട് നമുക്ക് അറിയത്തില്ല അല്ലെ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1:2 എന്ന അംശബന്ധത്തിൽ എളുപ്പത്തിൽ ഭാഗിക്കാൻ പറ്റിയ ഒരു ലൈൻ എടുക്കുന്നു. അത് യൂസ് ചെയ്ത് 8 സെന്റിമീറ്റർ ലൈനിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ 1:2 ഭാഗിക്കാൻ പറ്റിയ ഒരു ലൈൻ ഏതാണ്? 3 സെന്റിമീറ്റർ ലൈനിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ? 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്രയൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? 1 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും വെച്ച്. അങ്ങനെയാണെങ്കിൽ 1:2 അല്ലേ അത്? മറ്റേതെങ്കിലും ഒരു ലൈൻ ഉണ്ടോ? ഇതിന്റെ ഓരോന്നിന്റെയും ഡബിൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് എത്ര വരും? ഇവിടെ 2ഉം ഇവിടെ 4ഉം അല്ലേ? അതായത് 2 + 4 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ലൈനിനെ നമുക്ക് ഈ റേഷ്യോയിൽ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? 2 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2:4ഉം 1:2ഉം സെയിം റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ ഉപയോഗിച്ചാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 8 സെന്റിമീറ്ററിനെ 1:2 എന്ന അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ.
ആ ലൈനിന് നമുക്ക് എ ബി എന്ന് പേരിടാം. എ ബി 8 സെന്റിമീറ്റർ. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? 6 സെന്റിമീറ്റർ ലൈൻ യൂസ് ചെയ്തല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെരുവില് 6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ ലൈൻ. ഇനി എന്താ ചെയ്യേണ്ടത്? 6 സെന്റിമീറ്ററിനെ 2:4 നമുക്ക് ഡിവൈഡ് ചെയ്യണം അല്ലെ. അതും 1:2 ഈക്വൽ റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ 2:4 ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാം. അതായത് 2 സെന്റിമീറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി ആ ലൈനിന് പേര് കൊടുക്കുക. അപ്പോൾ എ ബി സി ഈ പോയിന്റ് ഡി ആയിട്ട് എടുത്തു. ഇത് എത്ര സെന്റിമീറ്റർ ലൈനാണ്? 6 സെന്റിമീറ്റർ ലൈൻ അല്ലെ. ഇത് 2 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുക. സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി അടുത്തത് സി ബിക്ക് പാരലായി ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുവേണ്ടി പാരലോഗ്രാം വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കോമ്പസിൽ സി ബി അളന്നെടുക്കുക. ആദ്യം സി ബി. അതിനുശേഷം ഡിയിൽ നിന്ന് താഴത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അടുത്തത് ഡി സി അളന്നെടുക്കുക. ഡി സി. അതിനുശേഷം ബിയിൽ നിന്ന് ഒരു ആർക്ക്, ഈ ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഡിയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇവിടെ നമുക്കിപ്പോൾ സി ബിക്ക് പാരലായിട്ട് മറ്റൊരു ലൈൻ കിട്ടി. ആ ലൈൻ എ ബിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. ആ പോയിന്റിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എ എക്സ് എക്സ് ബി തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തീരം അനുസരിച്ച് 2 പാരൽ ലൈൻ ഏതൊരു ലൈനിനെയും കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും എന്നാണല്ലോ പഠിച്ചത്. അപ്പോൾ ഈ 2 പാരൽ ലൈൻ ബാക്കിയുള്ള ലൈനുകളെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഏത് റേഷ്യോയിലായിരിക്കും? ഇവിടെ 2:4 ആണല്ലേ. അതായത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 1:2. ആ റേഷ്യോ തന്നെയല്ലേ എ ബി എന്ന ലൈനിനെ ഈ പാരൽ ലൈൻ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ റേഷ്യോ എത്രയായിരിക്കും? 1:2 തന്നെയല്ലേ. അതായത് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ലൈനിനെ എക്സ് കട്ട് ചെയ്യുന്നത് 1:2 എന്ന റേഷ്യോയിലായിരിക്കും. അടുത്തത് 44ാമത്തെ പേജിലെ ഒരു ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. അതായത് നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്ടാംഗിൾ ആണ് അല്ലെ. അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? സൈഡുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. അത് എത്രയാ? 5:3 ആണ്. അതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിനെ 5:3 ഡിവൈഡ് ചെയ്താൽ മതിയോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 30 എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ ആണ് അല്ലെ. പെരിമീറ്റർ എങ്ങനെ കിട്ടുന്നത്? 2 × L+B. അതായത് 2 ലെങ്തും 2 ബ്രെഡ്ത്തും കൂടെ കൂടുന്നതാണ് പെരിമീറ്റർ അല്ലെ. 2 നീളമുണ്ട്, 2 വീതിയും ഉണ്ട് അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ പക്ഷെ എന്താണ്? 5:3. അതായത് ഒരു ലെങ്തും ഒരു വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് 5:3 അല്ലെ. അതായത് നമുക്ക് ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത് എന്തിനെ മാത്രമേ ഉള്ളൂ? ഒരു ലെങ്തിനെയും ഒരു വിഡ്ത്തിനെയും മാത്രമേ ഡിവൈഡ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 30 സെന്റിമീറ്റർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 2 ലെങ്തും 2 ബ്രെഡ്ത്തും കൂടെ വരുമ്പോഴാണ് 30 സെന്റിമീറ്റർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലെങ്തും ഒരു ബ്രെഡ്ത്തും മാത്രം എത്രയുണ്ട്? ഇതിന്റെ നേരെ പകുതി അല്ലെ, 15 സെന്റിമീറ്റർ. അതായത് 15 സെന്റിമീറ്റർ ലൈനിനെയാണ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്? 5:3 എന്ന റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ 5:3 അതായത് ഒരു ലെങ്തും ഒരു വിഡ്ത്തും ആവത്തുള്ളൂ. 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ എടുത്ത് അത് യൂസ് ചെയ്ത് വേണം 15 സെന്റിമീറ്റർ ലൈനിനെ ഡിവൈഡ് ചെയ്യാനായിട്ട്. ആദ്യം 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന് എ ബി എന്ന് നമുക്ക് പേര് കൊടുക്കാം. എ ബി.
15 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? 8 സെന്റിമീറ്റർ ലൈൻ എയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെരുവിൽ മുകളിലേക്ക് വരയ്ക്കുക അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെരുവിൽ വരയ്ക്കാം. ഇവിടെ നിന്ന് 8 സെന്റിമീറ്റർ. അതിനുശേഷം ഈ 8 സെന്റിമീറ്റർ ലൈനിനെ 5:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതിനുവേണ്ടി 5 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് കൊടുക്കുക. ഇനി ഞാൻ ലൈനിന് പേരിടാം ABC, ഇത് D. അടുത്തത് സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്തു. ഇനി സി ബിക്ക് പാരലായിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിന് നമുക്ക് കോമ്പസ് യൂസ് ചെയ്യാം. ആദ്യം സി ബി അളന്നെടുക്കുക. അതിനുശേഷം ഡിയിൽ പ്ലേസ് ചെയ്ത് ഒരാർക്ക് വരയ്ക്കുക. അടുത്തതിന് സി ഡി അളന്നെടുക്കുക. ബിയിൽ പ്ലേസ് ചെയ്ത് ഒരാർക്ക് വരയ്ക്കുക. ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഡിയും തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് രണ്ട് പാരലൈൻസ് കിട്ടി. ഈ പാരലൈൻ എ ബിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എക്സ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ട് പാരലൽ ലൈൻസ് ഈ ലൈൻസിനെ കട്ട് ചെയ്യുവാണ് അല്ലേ. ആ കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലല്ലേ. ആദ്യത്തെ ലൈനിനെ കട്ട് ചെയ്യുന്നത് ഏത് റേഷ്യോയിലായിരുന്നു? 5:3 അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഈ ലൈനിനെ, അതായത് എ ബിനെ കട്ട് ചെയ്യുന്നതും 5:3 എന്ന അംശബന്ധത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി അല്ലേ. AX ആണ് ലെങ്ത്, XB ആണ് ബ്രെഡ്ത്ത്. ഇനി എന്ത് ചെയ്യണം? ഈ ലെങ്തും ബ്രെഡ്ത്തും ഉപയോഗിച്ച് റെക്ടാംഗിൾ കംപ്ലീറ്റ് ആക്കുക. അതായത് താഴത്തേക്ക് ഞാൻ 90 ഡിഗ്രി വരയ്ക്കാനായിട്ട് പോവാം. പ്രൊട്രാക്ടർ എടുത്ത് താഴത്തേക്ക് 90 ഡിഗ്രി വരയ്ക്കും. ഇവിടെയാണ് 90 ഡിഗ്രി. അതിനുശേഷം സ്കെയിൽ എടുത്ത് നേരെ താഴത്തേക്ക് വരയ്ക്കുക. ഇനി ഈ ബ്രെഡ്ത്തിന്റെ നീളം ഏതാണ്? XB അല്ലേ. അതിനുവേണ്ടി കോമ്പസിൽ XB അളന്നെടുക്കുക. അതിനുശേഷം എയിൽ നിന്ന് താഴത്തേക്ക് ബ്രെഡ്ത്ത് അടയാളപ്പെടുത്തുക. റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യണം? എക്സിൽ നിന്ന് താഴത്തേക്ക് ഒരു ബ്രെഡ്ത്ത് വേണം, ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ലെങ്തും വേണം അല്ലേ. ബ്രെഡ്ത്ത് ആണ് ഞാൻ അളന്നു വെച്ചിരിക്കുന്നത്. എക്സിൽ നിന്ന് താഴത്തേക്ക് ബ്രെഡ്ത്ത്. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലെങ്തും കൂടെ വരയ്ക്കണം അല്ലേ. അതിനുവേണ്ടി ഞാൻ ലെങ്ത് അളന്നെടുക്കാനായിട്ട് പോവാണ്. AX ആണ് നമ്മുടെ ലെങ്ത് അല്ലേ. A തൊട്ട് X വരെ. A തൊട്ട് X വരെ ലെങ്ത് അളന്നെടുക്കുക. അതിനുശേഷം ഇവിടുത്തെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ റെക്ടാംഗിളിന്റെ എല്ലാ സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സ്കെയിൽ ഉപയോഗിച്ചത് കണക്ട് ചെയ്യുക. ഇതാണ് വശങ്ങൾ 5:3 എന്ന റേഷ്യോയിലുള്ള റെക്ടാംഗിൾ. അതിന് നമുക്ക് പേര് കൊടുക്കാം. AXYZ എന്ന് പറയുന്ന ഈ റെക്ടാംഗിൾ ആണ് 5:3 റേഷ്യോ സൈഡുകളുള്ളത്. അടുത്തത് 45ാമത്തെ പേജിൽ ഒരു ചോദ്യമാണ്. Draw a triangle of perimeter 10 centimeters and the ratio of the sides 2:3:4. നമ്മുടെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ സൈഡിന്റെ റേഷ്യോ 2:3:4. എങ്ങനെ വരയ്ക്കാമായിരിക്കും? 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? 2:3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അത് നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഏത് ലൈൻ എടുക്കാം? 2 + 3 + 4 എത്ര കിട്ടും? 2 + 3 5, 5 + 4 9 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് അതുപയോഗിച്ച് നമുക്ക് ഈ 10 സെന്റിമീറ്റർ ലൈനിനെ ഡിവൈഡ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഏത് ലൈനാണ് വരയ്ക്കണ്ടേ?
10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം അല്ലേ? ഞാനിവിടെ 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാനായിട്ട് പോവാ. സെന്റിമീറ്റർ ലൈൻ. ആ ലൈനിന് AB എന്ന് പേര് കൊടുക്കുക. 10 സെന്റിമീറ്റർ ലൈൻ. അടുത്തതിന് എന്ത് ചെയ്യണം? 9 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം അല്ലേ? എയിൽ നിന്ന് ഇഷ്ടമുള്ള ചെരുവിൽ 9 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ആ 9 സെന്റിമീറ്ററിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? 2:3:4 അല്ലേ? അതായത് 2 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് കൊടുക്കുക, അടുത്തത് 5 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് കൊടുക്കുക. ഈ ലൈനിന് നമുക്ക് പേര് കൊടുക്കാം CDE. ഇനി എന്ത് ചെയ്യണം? CB കണക്ട് ചെയ്ത് വരയ്ക്കണം അല്ലേ? CB കണക്ട് ചെയ്ത് വരച്ചു. അടുത്ത് CBക്ക് പാരലായിട്ട് ഡിയിൽ കൂടെയും ഇയിൽ കൂടെയും ലൈൻ വരയ്ക്കുക. അതിന് കോമ്പസ് യൂസ് ചെയ്യാം. ആദ്യം CB അളന്നെടുക്കുക. അതിനുശേഷം ഡിയിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. വീണ്ടും ഇയിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. ഇനി അടുത്ത് എന്താ? CD ആണെന്നെടുക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബിയിൽ കുത്തി ആർക്ക് വരയ്ക്കുക. അടുത്തതിന് എന്താ വേണ്ടേ? DE എന്ന സൈഡിന് ഓപ്പോസിറ്റ് വരയ്ക്കണം അല്ലെ? അതായത് ഈ ലെങ്ത് തന്നെ അളന്നെടുത്ത് ഇവിടെ വരയ്ക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഈക്വൽ പാർട്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത് അല്ലെ? അത് കാരണം ഈ ലെങ്ത് തന്നെ ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ റേഷ്യോന് ഡിഫറൻസ് ഉണ്ട്. അത് കാരണം CD എടുത്ത് ബിയിൽ നിന്ന് വരയ്ക്കണം, DE എടുത്ത് അടുത്ത സൈഡ് വരയ്ക്കണം. അതായത് DE അളന്നെടുക്കുക. അതിനുശേഷം ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യുക. ഇനി ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ആദ്യത്തെ പാരൽ ലൈൻ, രണ്ടാമത്തെ പാരൽ ലൈൻ. ഈ പാരൽ ലൈൻസ് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ്സിന് XY എന്ന് വിളിക്കാം അല്ലെ? ഇത് X, ഇത് Y. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ പാരൽ ലൈൻസ് AB എന്ന ലൈനിനെ കട്ട് ചെയ്യുന്നത് ഏത് റേഷ്യോയിലായിരിക്കും? ആദ്യത്തെ റേഷ്യോയിൽ തന്നെ അല്ലെ? അതായത് ഇവിടുത്തെ റേഷ്യോ 2:3:4 ആയിരുന്നു അല്ലെ? ആ റേഷ്യോയിൽ തന്നെയാണ് ഈ പാരൽ ലൈൻസ് AB എന്ന ലൈനിനെ കട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമായ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം കിട്ടി അല്ലെ? ഇനി എന്ത് ചെയ്യുക? ആ സൈഡുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഞാൻ XY എന്ന് പറയുന്ന ഈ ലൈൻ അത് ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് ഫിക്സ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? AX താഴത്തേക്ക് വരയ്ക്കണം, അതുപോലെ തന്നെ YBയും താഴത്തേക്ക് വരയ്ക്കണം. അതിനുവേണ്ടി ഞാൻ AX അളന്നെടുക്കാനായിട്ട് പോവാ. കോമ്പസിൽ AX അളന്നെടുക്കുക. അതിനുശേഷം താഴത്തേക്കോ മുകളിലേക്കോ വരയ്ക്കാം കേട്ടോ. ഞാനിവിടെ താഴത്തേക്ക് വരയ്ക്കാനായിട്ട് പോവാം. താഴേക്ക് ഒരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ YB അളന്നെടുക്കുക. അതും ആദ്യത്തെ ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ താഴത്തേക്ക് ആർക്ക് വരയ്ക്കും. ഇനി ഇന്റർസെക്റ്റിംഗ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി, XYZ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 10 സെന്റിമീറ്റർ അല്ലേ? അതുപോലെ തന്നെ സൈഡുകളുടെ റേഷ്യോ 2:3:4 എന്ന റേഷ്യോയിലാണ് ഈ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം. ഇങ്ങനെയാണ് പെരിമീറ്ററും സൈഡുകളുടെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്.